പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണി കാരണമാണ് ഇപ്പോൾ ജോലിയിൽ എല്ലാ ഭാഗ്യവും തനിക്ക് വന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുകയാണ് മനോജ്. ഇതേ തുടർന്ന് ഇനി കൺമണിക്ക് വേണ്ടി ഒരു സർപ്രൈസ് കൂടി ഉണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിട്ടാണ് അവിടെ നിന്ന് തന്നെ പറഞ്ഞു വിട്ടത് എന്ന് പറയുകയും ചെയ്യുന്ന മനോജ്. എല്ലാം കൺമണിയുടെ ഭാഗ്യം കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് അറിയിച്ചതിനെ തുടർന്ന് ധനലക്ഷ്മി ആകെ പകച്ചു പോകുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, സുമിത്ര തൻ്റെ മനസ്സിലെ ആഗ്രഹം വ്യക്തമാക്കുകയാണ്. കൺമണിയെ ബലരാമനെ വേണ്ടി വിവാഹം ആലോചിക്കണം. ഇനി ആ കാര്യമാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അറിയിക്കുകയാണ് സുമിത്ര. പക്ഷേ സുമിത്രയുടെ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് പോകുന്ന മനോജ് തൻ്റെ സഹോദരിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് എന്ന് പറയുന്നു. പക്ഷേ അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമായി തോന്നുന്നില്ല. മനോജ് ഇതേപ്പറ്റി ഒന്ന് ഇരുന്ന് ആലോചിക്കണം. കാരണം ഞങ്ങൾക്ക് കൺമണി അത്രമേൽ പ്രിയപ്പെട്ടവളായി മാറിയിരിക്കുകയാണ്. കമ്പനിയിൽ ഏറ്റവും ഞങ്ങൾ പ്രാധാന്യം നൽകുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ അവരുടെ വിവാഹം നടത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മനോജും അതുപോലെ തന്നെ കമ്പനിക്ക് വേണ്ടി നല്ല വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് മാഡം പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ബലരാമൻ സാറിന് കൺമണിയെ ഇഷ്ടമാകുമോ? അവർ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ എതിർപ്പുണ്ടാകാൻ സാധ്യതയില്ലേ? ഇത് കേൾക്കുന്ന സുമിത്ര, ബലരാമന് ഞങ്ങളുടെ വാക്കു ധിക്കരിച്ച് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. മാത്രവുമല്ല, ബലരാമൻ കൺമണിയെ കണ്ടിട്ടില്ല എന്ന് ആരാണ് പറഞ്ഞത്? ഇത് കേൾക്കുന്ന മനോജ്, കൺമണിയെ എങ്ങനെയാണ് കണ്ടത്? ഞങ്ങൾ കൺമണിയുടെ ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു. മാത്രവുമല്ല, ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന പെൺകുട്ടിയെയാണ് അവൻ വിവാഹം കഴിക്കുക. അത്ര വിശ്വാസമാണ് അവന് ഞങ്ങളിൽ. ഞങ്ങൾ അങ്ങനെ വെറും പെൺപിള്ളേരെ സെലക്ട് ചെയ്യുകയില്ല എന്നുള്ള കാര്യവും അവന് കൃത്യമായി അറിയാവുന്നതാണ്. ഇനി തീരുമാനം എടുക്കേണ്ടത് മനോജാണ്. മനോജ് ഒരു യെസ് പറയുകയാണ് എങ്കിൽ കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായി മുന്നിലേക്ക് എളുപ്പം നീക്കിക്കൊണ്ടുപോകാൻ സാധിക്കും. മനോജിന്റെ തീരുമാനം അറിയുന്നതിനായിട്ടാണ് ഞാൻ ഇവിടെ കാത്തിരിക്കുന്നത്. മനോജിന് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. ഞങ്ങൾ ആരും നിർബന്ധിക്കുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ മനോജ് കൃത്യമായി ആലോചിച്ച് വളരെ പോസിറ്റീവായ ഒരു തീരുമാനമായിരിക്കും ഞങ്ങൾക്ക് നൽകുക എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്താ മനോജ്, വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് മനോജ് ആകെ കൺഫ്യൂഷനിലാകുന്നു. എന്തായാലും ഞാൻ ഇതേപ്പറ്റി ഒന്ന് എൻ്റെ വീട്ടിൽ സംസാരിക്കട്ടെ. ഞങ്ങൾക്ക് അറിയില്ല കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന. ഇത് കേട്ടതിനെ തുടർന്ന് അതിനെന്താ മനോജ്, കാര്യങ്ങൾ സംസാരിച്ചിട്ട് എന്നെ അറിയിച്ചാൽ മതി, യാതൊരു പ്രശ്നവുമില്ല. ഇതോടെ അവിടെ നിന്ന് പോകുന്ന മനോജ് കൺമണിയെ ചെന്ന് കാണുകയാണ്. കൺമണിയോട് വരുണുമായ ബന്ധത്തിൽ നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതോടെ കൺമണിയാകെ ഞെട്ടിപ്പോവുകയാണ്. തനിക്ക് അവനെ ഇഷ്ടപ്പെടുന്നില്ല എന്നും മനഃപൂർവ്വമാണ് കോളുകൾ എടുക്കാതിരിക്കുന്നത് എന്നുമുള്ള കാര്യം അറിഞ്ഞോ? എൻ്റെ ചേട്ടന് സത്യങ്ങൾ മനസ്സിലായോ എന്നുള്ള സംശയം മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് ഞാൻ മറ്റൊരു കാര്യം പറയാനാണ് ഇവിടേക്ക് ഇപ്പോൾ വന്നത്. കൺമണിയെ കണ്ട് ഇഷ്ടമായിരിക്കുകയാണ് സുമിത്രയ്ക്ക്. ഇതോടെ കൺമണി സംശയത്തോടെ നോക്കുകയാണ്. ഓ, സുമിത്ര ആരാണെന്നല്ലേ? അത് മറ്റാരുമല്ല, ബലരാമൻ സാറിൻ്റെ അമ്മയാണ്. അവർക്ക് നിന്റെ ഫോട്ടോ കണ്ടതിനെ തുടർന്ന് വളരെയധികം ഇഷ്ടമാവുകയും നിന്നെ ബലരാമനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാലോ എന്ന് ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ് അവർ. ഇതേപ്പറ്റി സംസാരിക്കുന്നതിന് വേണ്ടിയാണ് അവർ എന്നെ വിളിപ്പിച്ചത്.
മാത്രവുമല്ല, നിന്റെ വിവാഹത്തിന്റെ കാര്യങ്ങൾക്ക് അവർക്ക് വളരെയധികം സന്തോഷമാണ് ഉള്ളത്. എൻഗേജ്മെന്റിന്റെ കാര്യം, കഴിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്തു പറഞ്ഞു? ചേട്ടൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ? ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് പറഞ്ഞത്. കാരണം കൺമണി അത്രയേറെ ടാലന്റ് ഉള്ള ഒരു പെൺകുട്ടിയാണ്. അങ്ങനെയുള്ള ഒരു കുട്ടിയെ അവരുടെ മകന് വേണ്ടി ആലോചിക്കുന്നത് വളരെ സന്തോഷം നിറഞ്ഞ കാര്യമാണ് എന്നാണ് അവർ പറയുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിയാകെ ഞെട്ടിപ്പോകുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. കൺമണിയെ ബലരാമൻ വിവാഹം ആലോചിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാൻ ഇടയാവുകയാണ് ക്രിഷ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ക്രിഷ് ആകെ തകർന്നു പോയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് കൺമണിയെ ചെന്ന് കാണണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായി കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ക്രിഷ്. ക്രിഷിന്റെ അപ്രതീക്ഷിതമായ വരവ് കൺമണിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് കൺമണിയോട്, കൺമണി എന്താണ് ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത് എന്ന് എനിക്കറിയണം. ബലരാമന്റെ വിവാഹാലോചന വന്നല്ലോ എന്ന് ക്രിഷ് ചോദിച്ചതിനെ തുടർന്ന് അത് സത്യം തന്നെയാണ് എന്ന് കൺമണി പറയുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് കൺമണി എൻ്റെ ഭാര്യയാണ് എന്ന് ക്രിഷ് പറയുന്നത്. ബലരാമൻ എന്നല്ല, മറ്റാർക്കും നിന്നെ അവകാശപ്പെടാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഞാൻ കിട്ടിയ താലിയാണ് നിന്റെ കഴുത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് നിന്റെ കഴുത്തിലുള്ളിടത്തോളം കാലം നീ എൻ്റെ ഭാര്യയായി തന്നെ തുടരുകയും ചെയ്യും. അത് ഉറപ്പ് തന്നെയാണ് എന്ന് ക്രിഷ് പറയുകയും മറ്റൊരാൾക്കും നിന്നെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ക്രിഷിന്റെ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ്. എന്ത് പറയണം എന്നറിയാതെ കൺമണി. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.